ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വൃത്തിയാക്കി വെച്ച് ചിക്കനിലേക്ക് പൊടികളൊക്കെ ചേർക്കണം. ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം, പാകത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ കുറച്ച് മാത്രം കേട്ടോ ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ ഗ്രേവിയിൽ ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതുപോലെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇതെൻ്റെ 3ാമത്തെ അറ്റംപ്റ്റാണ് യൂട്യൂബിൽ. ഫസ്റ്റ് ഞാൻ ഇതേപോലെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കിട്ടും, അങ്ങോട്ട് ക്ലിക്കായില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തിവെച്ച്. പിന്നെ ഞാൻ മെഹന്തീസിൻ്റെ വീഡിയോസ് അതൊക്കെ ഇടാൻ തുടങ്ങി. വീണ്ടും ക്ലിക്കായില്ല പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ വെച്ച്. അവസാനം 3ാം വട്ടം ഞാൻ അത് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും വേണ്ടില്ല, ക്ലിക്കായാലും വേണ്ടില്ല, ക്ലിക്കായിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ നോക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ അല്പം ഓയിൽ ചേർക്കുക, വലിയ ജീരകം കൂടിയും ചേർക്കുക. അതുപോലെ തന്നെ ഒരു 2 വലിയ ഉള്ളി, 1-2 തക്കാളിയും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇത് നമ്മൾ വഴറ്റിയിട്ടല്ല എടുക്കുന്നത്, നമ്മളത് കുക്കറിൽ വേവിക്കുക കേട്ടോ ചെയ്യണത്. അങ്ങനെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുക കേട്ടോ. മുളക് പൊടി ഞാൻ കുറച്ചിടണുള്ളൂ, കാരണം നല്ല എരിവാണ്. ഈ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് തന്നെ ഭയങ്കര എരിവ് കയറും. അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കുക. മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ ചിക്കൻ മസാല അതിൻ്റെ പൊടി കൂടിയും ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതും കൂടി ചേർക്കുക. വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ചിക്കൻ കറി ആയാലും ഫസ്റ്റ് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുക്കണ്ടല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ മസാല പൊടികളൊക്കെ ചേർത്തിട്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളുടെ സമയം ലാഭിക്കും, പെട്ടെന്നാവും ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ള അല്പം വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്കത് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് 2-3 വിസിൽ മാത്രം അടുപ്പിക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടിയ ചിക്കന് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. അതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണേ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും. അതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, സപ്പോർട്ട് ചെയ്യുക, അതന്നെ. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ നേരത്തെ ഗ്രേവി ഉണ്ടല്ലോ, അതായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നിർബന്ധം ഇല്ല കേട്ടോ ഞാനിപ്പോൾ പറയണത്. അതായത് ചിക്കൻ പൊരിച്ച ഓയിലില്ലേ, അതൊരു കുറച്ച് കഴിക്കുക. ഇനി അത് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്താലും മതി കേട്ടോ. ഇനി അതിലേക്ക് ചിക്കൻ മസാല കുറച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. ഗ്രേവി ടൈപ്പല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക കേട്ടോ. അത് വെച്ചിട്ട് ഒരു ലോഡ് വെള്ളം നയിക്കരുത്, കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വേപ്പിൻ്റെ നമ്മൾ ആഡ് ചെയ്തതാണ്. മല്ലിച്ചപ്പ് ചെറിയ രീതിയിൽ നന്നാക്കിയിട്ട് ഇതിൽ ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഫ്രൈ ചെയ്ത ചിക്കനായ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കറിയൊക്കെ കുറച്ച് എടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. എന്നും ലാസ്റ്റ് വീഡിയോ എടുക്കാൻ മറക്കും ഞാൻ. അപ്പോൾ ഇതാണ് കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.